കഴിക്കുന്നില്ലേ? എനിക്ക് കഴിക്കാൻ തോന്നുന്നില്ല മോളെ. അത്താഴ പട്ടിണി കിടക്കാനൊന്നും പറ്റില്ല. അതങ്ങ് കഴിച്ചേ മോളെ. പറ്റുന്നില്ല ചേച്ചി, വേണ്ടാഞ്ഞിട്ടാ. ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം. തങ്കത്തിന്റെ ഓപ്പറേഷൻ എത്രയും വേഗം നടത്തിയില്ലെങ്കിൽ അത് അവരുടെ ജീവൻ ആപത്താണ്. പാവം അമ്മയുടെ കാര്യം ഓർത്തിട്ടാ ഭക്ഷണം പോലും കഴിക്കാതെ. എങ്ങനെയെങ്കിലും അവളെ ഒന്ന് സഹായിക്കണം ഗോപാലേട്ടാ. എന്തെങ്കിലും ഒരു വഴി ദൈവം കാണിച്ചു തരും. നമ്മൾ ചിന്തിക്കുന്നതല്ലെങ്കിൽ മറ്റൊന്ന്. മോളെ കൃഷ്ണ, നിങ്ങൾ പോയിരുന്ന് കഴിച്ചോ. കിടക്കാനാകുമ്പോഴേക്കും ഞാൻ വരാം. ഈ ഒരുപാട് ആളുകളുള്ള വീട്ടിൽ ജനിച്ചവർക്കൊക്കെ സുഖാണ് അല്ലേ സുനന്ദേച്ചി? സ്നേഹിക്കാനും കൂടിയിരിക്കാനും ഒരാളല്ലെങ്കിൽ വേറൊരാളുണ്ടാവും. എനിക്കും അമ്മയ്ക്കും അങ്ങനെ ആരുമില്ല. അമ്മയ്ക്കൊരു സങ്കടം വന്നാല് എന്നെ പിടിച്ചടുത്തിരുത്തും. എനിക്കൊന്ന് കരയണമെന്ന് തോന്നിയ അമ്മയുടെ അടുത്ത് ചെന്നിരിക്കും. അത്രേ ഉള്ളൂ. കുഞ്ഞുനാള് മുതല് പ്രാർത്ഥന മുടക്കിയിട്ടില്ല. ദൈവങ്ങൾക്കുള്ള തിരി മുടക്കിയിട്ടില്ല. ഒരു കള്ളത്തരം ചെയ്തിട്ടില്ല. അന്യന്റെ മുതൽ ഒന്നും ആഗ്രഹിച്ചിട്ടുമില്ല. പക്ഷെ തങ്കത്തിനും മോൾക്കും ദൈവത്തിന്റെ അനുഗ്രഹമില്ല. ശാപാണെങ്കില് തല നിറച്ചുകൊണ്ട്. നമ്മൾ നമ്മുടെ ഗതികേടിനെ കുറിച്ച് ആലോചിച്ചാലേ സ്വയം തളരുക എന്നല്ലാതെ വേറെ ഒരു പ്രയോജനവും ഇല്ല. നിന്റെ മുന്നിൽ നിൽക്കുന്ന ഈ ഗോപാലേട്ടൻ ദുബായ്ക്കാരനല്ലേ? അറബിയുടെ സ്വന്തം ആളല്ലേ? ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് മോൾക്കറിയാലോ. നമ്മളൊക്കെ ദൈവത്തിന്റെ കളിപ്പാവകളാ. വലിയ വലിയ ആൾക്കാരെയൊക്കെ നോക്കിയും അനുഗ്രഹിച്ചും ഒക്കെ ക്ഷീണിക്കുമ്പോ ദൈവത്തിന് തട്ടിക്കളിക്കാനുള്ള കളിപ്പാവകളാ. മോളകത്തേക്ക് പോ. 2 ദിവസം കഴിഞ്ഞ തിരിച്ചു പോവല്ലോ. പ്രതീക്ഷയുടെ ഭാരമൊക്കെ കളഞ്ഞിട്ട് അല്ലേ?